ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രിവാൻഡ്രം ഗാർഡൻസ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് പുതിയ നല്ല വെറൈറ്റീസാണ് നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വെറൈറ്റിയുടെ പേരാണ് യെല്ലോ ഫോക്സ് ടെയിൽ. ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് യെല്ലോയും ഒരു വൈറ്റും കൂടെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു കളറാണ് ഇതിൽ വരുന്നത്. ഇതിപ്പം പുതിയതായിട്ട് വന്ന റെയർ വെറൈറ്റിയാണ്. ഇതായി ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മറ്റേ ചെറുതായിട്ട് കൂർത്തിട്ടാണ് വരുന്നത്. നമ്മൾ നോർമലി ഉള്ള ബൊഗെയിൻവില്ല നോർമൽ നാടൻ വെറൈറ്റീസ് പോലെയല്ല വരുന്നത്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ മൊട്ട് കണ്ടത്, ആ മൊട്ടിന് നല്ല യെല്ലോ കളറായിട്ടാണ് വരുമ്പോൾ എന്നിട്ട് അത് ഫുള്ള് വിടർന്ന് നല്ല പൂ വിരിഞ്ഞ് അത് പൊഴിയാറാവണതിന് മുന്നേ അത് നല്ല വൈറ്റ് കളറാവും. ഇതാണ് നമ്മുടെ വരുന്ന ഒരു സൈസ് പ്ലാന്റ്. ഇത് നമുക്ക് 8 ഇഞ്ച് പോട്ടിലെ പ്ലാന്റാണ്. നല്ല ഫ്ലവർ, നല്ല പൂക്കുന്ന വെറൈറ്റിയാണ്. ഈ കണ്ടല്ലോ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് നല്ല ബ്രാഞ്ച് ഇറങ്ങി ആ കളർ തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. യെല്ലോയും വൈറ്റും കൂടെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്, നിറച്ചെന്താ പൂത്ത് നിൽക്കുന്നതാണ്. ഇതിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, മഴക്കാലമാണ്, ബൊഗെയിൻവില്ല അങ്ങനെ പൂക്കാറില്ല. പക്ഷെ നമ്മുടെ എല്ലാം പൂക്കുന്ന ടൈപ്പാണ്. പിന്നീട് നമുക്ക് വരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പം 3 സ്റ്റാർ എന്ന് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇപ്പം നമുക്ക് അതിനേക്കാളും കൂടുതൽ വീണ്ടും ഫ്ലവർ ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും വീണ്ടും ഫ്ലവറായി വരുന്നൊരു വെറൈറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഒന്നുകൂടെ എടുക്കാൻ കാരണം. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു നടുക്കൊരു വൈറ്റും ബോർഡറിൽ നല്ല പിങ്ക് ഷെയ്ഡ് ഇറങ്ങിയാണ് വരുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ ഇത്. ഇതിന് 3 പെറ്റൽസ് ആയിട്ടാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അതാണ് ഇന്ന് 3 സ്റ്റാർ എന്ന് പറയാനും കാരണം. ഇതിൻ്റെ മൊട്ട് കണ്ടോ, ചെറിയൊരു മൊട്ടിൽ നമുക്കൊരു പിങ്കും വൈറ്റും ആയിട്ട് വന്നിട്ട് അത് നല്ല വിടരുമ്പോൾ കുറച്ചുകൂടെ ബോർഡറിലോട്ട് ഫുൾ പിങ്ക് ഇറങ്ങിയിട്ട് നടുക്ക് മൊത്തം വൈറ്റായി വരുന്നൊരു കളറാണ്. പിന്നീട് നമുക്ക് വരുന്ന വെറൈറ്റിയാണ് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ വെറൈറ്റി. അത് നമ്മുടെ ഉള്ളയിൽ ഏറ്റവും നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. നമുക്കിപ്പോൾ ഒരു ഇൻഡോറും നമുക്ക് വീട്ടിൻ്റെ വരാന്തയുടെ മുന്നിലൊക്കെ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണിത്. കാരണം നമുക്കൊന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുത്താൽ ഇത് നല്ല ഭംഗിയാണ്. ലീഫിലെ വെരിഗേഷൻ കണ്ടോ, നമുക്ക് വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ലീഫിലെ വെരിഗേഷൻ വന്നിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇൻഡോർ ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇനിയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു റെയർ വെറൈറ്റി വരുന്നത്, സക്കുറ ബെല്ലാക്ക എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇതിൻ്റെ വരുമ്പോൾ തന്നെ ഇത് പുട്ടുപോലെ തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയാണ്. കാരണം നല്ല റേറ്റും ഉണ്ട്, എന്നാൽ അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിപ്പോൾ എന്താ കണ്ടോ, നമുക്കൊരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിന് വരുന്നത്. നല്ല ഭംഗിയാണ് ഇതൊക്കെ. എന്നിട്ട് ലീഫിൽ നമുക്ക് ഇപ്പം വെരിഗേഷനും വരുന്നുണ്ട്, വൈറ്റും ഗ്രീനുമായിട്ട്. ഇത് നമുക്കിപ്പോൾ എന്താ പൊഴിയാറായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് നമ്മുടെ പോട്ട് സൈസ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് കുറച്ച് വാടി നിൽക്കുകയാണ്. ഇതിപ്പം പോകുമ്പം തന്നെ അടുത്ത് പൂക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ്. നിറച്ചും ഏത് സമയവും പൂത്ത് നിൽക്കും നമ്മുടെ കയ്യിൽ. അങ്ങനത്തെ ഒരു വെറൈറ്റി കൂടെയാണ്. ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് വരുന്നത്. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് റൂബി റെഡ്, അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് കളറിലുള്ള ഒരു ഫ്ലവറുള്ള പ്ലാന്റ് എന്നും ചോദിച്ച ആൾക്കാർ വരാറുണ്ട്. കാരണം ഇത് നല്ലൊരു എന്താ പറയുക, ഒരു റെഡും ഡാർക്ക് പിങ്കും കൂടെ മിക്സായിട്ട് വരുന്നൊരു കളറാണ്. ഡാർക്ക് പിങ്ക്, ഡാർക്ക് റെഡ്, ഒരു വയലറ്റ്, ഇതെല്ലാം കൂടെ മിക്സായാൽ എങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ പോട്ട് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ. നല്ല വലിയ പ്ലാന്റാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് പുതിയത് ലോഡ് വന്നിട്ടുണ്ട്. കാരണം അത്രമാത്രം നമുക്ക് കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നപ്പോൾ ഇത് മൂവിങ് ആയിരുന്നു. നല്ല ബുഷിയായിട്ട് ഇറങ്ങുന്നതാണ്. ഭയങ്കര വലിയ മുള്ളൊന്നും അല്ല ഇതിനുള്ളത്. നല്ല ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ആൾക്കാർ അന്വേഷിച്ച് വരുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ, ഇതും നമുക്കൊരു പെറ്റൽ ഇങ്ങനെ ഒരു കൂർത്ത ഒരു ടൈപ്പിലാണ് വരുന്നത്. പിന്നെ അത് നിറച്ചും മൊട്ട് ഇങ്ങനെ കണ്ടോ, നിറച്ചും ഫ്ലവർ ആവുന്ന വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് വരുന്ന ഹാങ്ങിങ് ടൈപ്പിലെ വെറൈറ്റീസാണ് വരുന്നത്. ഇതിൽ നമുക്കിപ്പം ഹവായി പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, അല്ലെങ്കിൽ ഹവായി വൈലറ്റ് എന്നും പറയാറുണ്ട് ചിലയിടത്തൊക്കെ. ഇതാണ് നമ്മുടെ പോട്ട് സൈസ് വരുന്നത്. കണ്ടോ, നമ്മുടെ ഹാങ്ങിങ്ങിന് വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കി നിർത്താൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൈപ്പ് പ്ലാന്റാണ്. കണ്ടോ, ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ, നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഹാങ്ങിങ്ങിന്. ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത്, വയലറ്റ് ആൻഡ് പിങ്കിഷ് ഷെയ്ഡായിട്ട് വരുന്നത്. നമുക്ക് കുറച്ച് അധികം സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ, കാരണം നമുക്കിത് കഴിഞ്ഞ തവണ നല്ല രീതിക്ക് ഫാസ്റ്റ് മൂവ് ആയിട്ടുള്ളതായിരുന്നു. പിന്നെ നമുക്ക് വരുന്നൊരു വെറൈറ്റിയാണ് ബാലക എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇത് നല്ല വൈറ്റ് കളർ പൂവാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കിത് അപ്പം വരുമ്പം തന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആവും. ഇത് നമ്മളൊരു മദർ പ്ലാന്റ് ആണ് ഇരിക്കുന്നത്. കണ്ട അതിൻ്റെ ബ്രാഞ്ച് കണ്ടാൽ തന്നെ അറിയാം, ഫുള്ള് ഇറങ്ങി വന്നൊക്കെയാണ്. നല്ല ഫ്ലവേഴ്സായിട്ട് നിറച്ചും
ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു ഈ വെറൈറ്റി. ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല വയലറ്റ് കളർ പൂവാണ്. ഇത് അതിൻ്റെ മൊട്ട് ഉണ്ടോ, നല്ല വെരിഗേഷനായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ലീഫിലും വൈറ്റും ഗ്രീനായിട്ട് വരും. നേരത്തെ കാണിച്ചായിരുന്നു നമ്മൾ ഈ വെറൈറ്റി. ഇതാണ് എൻ്റെ മൊട്ടിൻ്റെ ഇത്. ഒരു ലൈറ്റ് വയലറ്റ് ആയിട്ട് വന്നിട്ടാണ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ പോട്ടിൻ്റെ സൈസും എല്ലാം നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു. പിന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് പിങ്ക് ബ്യൂട്ടി എന്ന് പറയും, അല്ലെങ്കിൽ ബ്യൂട്ടി പിങ്ക് എന്നൊക്കെയും അതിനെ അറിയപ്പെടാറുണ്ട്. അത് നല്ല ബുഷി ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ വന്ന് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാഞ്ചിൻ്റെ ഏറ്റവും തുമ്പത്ത് വന്നിട്ട് നമ്മൾ മറ്റേ മുല്ലപ്പൂവൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കണ പോലെ നല്ല ബുഷി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുഷിയായിട്ട് ഇറങ്ങുന്നതല്ല, നമുക്കിങ്ങനെ കുറ്റിയായിട്ട് ഇങ്ങനെ നേരെ വളർന്നു വന്നിട്ട് അതിൽ പൂവായിട്ട് നിൽക്കുന്നതാണ്. നല്ലൊരു വെറൈറ്റിയാണ്. നല്ല പിങ്ക് കളറാണ് വരുന്നത്. നമുക്കിവിടെ വന്നിട്ട് ഇപ്പം തന്നെ ഒരു നല്ല രീതിക്ക് പോയായിരുന്നു എൻ്റെ സെയിൽസ്. ഇതാണ് എൻ്റെ ഫ്ലവറിൻ്റെ സൈസ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇങ്ങനെ നല്ല പൊങ്ങി വന്നിട്ട് നല്ല കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഫ്ലവർ മേളിൽ നിന്ന് കാണുമ്പം ഫുള്ള് നല്ല നിറച്ചും പൂവായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് പിങ്ക് ഷെയ്ഡും ഉണ്ട്, നമുക്കിതാ ഈ കാണുന്ന വയലറ്റ് കളർ ഷെയ്ഡും വരുന്നുണ്ട്. കണ്ടോ, അതിൽ നമുക്കൊരു വൈറ്റ് പൂവും കൂടെ അതിൻ്റെ കൂടെ നടുക്ക് സെൻറ്ററിൽ വരുന്നതാണ്. നമുക്ക് 2 കളറാണ് ഞാൻ പറഞ്ഞ പോലെ വരുന്നത്, വയലറ്റും പിങ്ക് ഷെയ്ഡും. രണ്ടിനും നമുക്ക് ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചാണ് വരുന്നത്. ഭയങ്കര റേറ്റ് ഇല്ലാത്തൊരു വെറൈറ്റിയാണിത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓടുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ്. നല്ല രീതിക്ക് നമുക്കിത് പോകാറുണ്ട്. പിന്നെയാണ് നമുക്ക് അടുത്ത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് വരുന്നൊരു അടുത്തൊരു വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ്. അല്ലെങ്കിൽ നല്ല പ്യുവർ റെഡായിട്ടിരിക്കുന്ന ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത്. ഭയങ്കര നല്ലൊരു റെഡ് കളർ ഫ്ലവേഴ്സാണ്. ഈ റെഡ് അന്വേഷിച്ച് നടക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു പ്ലാന്റ് ഇതായിരിക്കും. കാരണം നല്ല പ്യുവർ റെഡിലാണ് വരുന്നത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടോ, നമുക്ക് ഈ ഒരു സൈസിലെ പ്ലാന്റ്സാണ് അവൈലബിൾ. പിന്നെ ഇതിൻ്റെ വലിയ ബിഗ് പോട്ട്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതും അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളൊരു ടൈപ്പ് വെറൈറ്റിയാണ്. നമുക്ക് ഈ വരുമ്പോൾ തന്നെ സ്റ്റോക്ക് വരുമ്പോൾ തന്നെ തീരുന്ന വെറൈറ്റീസ് കുറച്ച് നമുക്കുണ്ട്. അതിൽ വരുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ്. കാരണം പുതിയൊരു ടൈപ്പ് വെറൈറ്റിയാണ്. പക്ഷെ വന്നിട്ട് കുറച്ച് കാലം ആയി. ഫ്ലെയിം റെഡ് എന്ന് പറയും. നല്ല ഭംഗിയായിട്ടുള്ള നല്ല റെഡ് ഫ്ലവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്